ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയ ട്രാൻസ്ഫോമേഴ്സ് സിനിമയായ ട്രാൻസ്ഫോമേഴ്സ് 1 ആണ്. ഇത് പഴയ മൈക്കിൾ ബേയുടെ ട്രാൻസ്ഫോമേഴ്സ് സിനിമയായിട്ട് ബന്ധമൊന്നുമില്ല. അതിനുശേഷം വന്ന റീബൂട്ട് സിനിമകളുമായിട്ടും ഇതിന് ബന്ധമൊന്നുമില്ല. ഇത് ട്രാൻസ്ഫോമേഴ്സ് യൂണിവേഴ്സിന്റെ ഒറിജിൻ എന്ന് പറയാവുന്ന ഒരു ആനിമേറ്റഡ് സിനിമയാണ്. ഒറിജിൻ സിനിമ ആയതുകൊണ്ട് തന്നെ ഹ്യൂമൻ കഥാപാത്രങ്ങൾ ഇല്ലാത്ത ആദ്യത്തെ ട്രാൻസ്ഫോമേഴ്സ് സിനിമയും ചിലപ്പോൾ ഇതായിരിക്കും. അത് നല്ലൊരു ഡിസിഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എപ്പോഴും ഈ ട്രാൻസ്ഫോമേഴ്സ് ഈ ഭൂമിയിൽ വെച്ചുള്ള കഥകൾ കണ്ടൊരു റെപ്പറ്റീഷൻ വന്നിരുന്നു ഇതുവരെ. അതിൽ നിന്നൊരു ഫ്രഷ് അറ്റംപ്റ്റ് തന്നെയാണ് ഈ സിനിമ. ഈ സിനിമ കംപ്ലീറ്റായി സെറ്റ് ചെയ്തിരിക്കുന്നത് ട്രാൻസ്ഫോമേഴ്സിന്റെ പ്ലാനറ്റായ സൈബർട്രോണിലാണ്. ഒപ്റ്റിമസ് പ്രൈമും മെഗട്രോണും ബംബിൾ ബി ഉൾപ്പെടെയുള്ള എല്ലാ മെയിൻ ട്രാൻസ്ഫോമേഴ്സിന്റെയും ഒറിജിനും ഒരിക്കൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ബ്രദേഴ്സ് ആയിരുന്ന ഒപ്റ്റിമസ് പ്രൈമും മെഗട്രോണും എങ്ങനെ ശത്രുക്കളായി എന്നും ഈ സിനിമയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓഡിയൻസിനെ ഒട്ടും സ്പൂൺ ഫീഡ് ചെയ്യാതെ തന്നെയാണ് ട്രാൻസ്ഫോമേഴ്സിന്റെ പ്ലാനറ്റായ സൈബർട്രോണും അതെങ്ങനെ ഉണ്ടായി, അതിന്റെ ഒറിജിൻ എന്താണ്, ക്രിയേറ്റേഴ്സ് ആരാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസിലേക്ക് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മൊത്തം കഥ ബിൽഡ് ചെയ്യുന്നത് സെക്കൻഡ് ഹാഫിലെ എസ്പെഷ്യലി ലാസ്റ്റ് 20 മിനിറ്റ്സിലേക്കാണ്. ആ ക്ലൈമാക്സിലെ ഒരു സിവിൽ വാറും അതിനുശേഷം ഒപ്റ്റിമസ് പ്രൈമും മെഗട്രോണും തമ്മിലുള്ള ആ ഒരു ശത്രുത തുടങ്ങുന്ന പോയിന്റൊക്കെ നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. അത് ഇനി വരുന്ന സീക്വൽ സിനിമകളിലും അത് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്താൽ നല്ലതായിരിക്കും. ക്രിസ് ഹെംസ്വർത്ത്, സ്കാർലറ്റ് ജോഹാൻസൺ, ബ്രയൻ ടയർ ഹെൻറി, ജോൺ ഹാം, ലോറൻസ് ഫിഷ്ബേൺ, സ്റ്റീവ് ബുഷാമി, കീഗൻ മൈക്കിൾ കീ എന്നിങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെയുണ്ട് ഈ സിനിമയിൽ. ഇത്രയും സ്റ്റാർ കാസ്റ്റ് ഉണ്ടായിട്ടും ഈ ഫിലിമിന് 100 മില്യന് താഴെ ബഡ്ജറ്റ് വന്നിട്ടുള്ളൂ. ഇവിടെ ഒപ്റ്റിമസ് പ്രൈമായി വരുന്നത് ക്രിസ് ഹെംസ്വർത്ത് ആണ്. ഹെംസ്വർത്തിന്റെ പെർഫോമൻസ് ആദ്യം നമുക്ക് തോർ റാഗ്നറോക്കിലെ പെർഫോമൻസുമായിട്ടൊരു സിമിലാരിറ്റി ഫീൽ ചെയ്യും. കാരണം കോമഡിയൊക്കെ പറയുന്ന ഒരു ഫൺ ഒപ്റ്റിമസ് പ്രൈമായിട്ടാണ് വരുന്നത്. അത് ഇതുവരെ ഒരു സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള അപ്രോച്ച് ആയിരുന്നു. പക്ഷേ കഥ മുൻപോട്ട് പോകുന്നതോടെ ആ ക്യാരക്ടറിൽ ഒരു ചേഞ്ച് വരികയും നമുക്കറിയാവുന്ന ആ ഒരു ഒപ്റ്റിമസ് പ്രൈമിലേക്ക് അവസാനം എത്തുന്നുമുണ്ട്. വോയിസ് ആക്ടിങ്ങിന്റെ കാര്യത്തിൽ ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നത് ബ്രയൻ ഹെൻറിയുടെ മെഗട്രോൺ ആണ്. ആ ഒരു ക്യാരക്ടറിന് വരുന്ന ആ ഒരു മാറ്റം ശരിക്കും നമുക്കറിയാൻ കഴിയും പുള്ളിക്കാരൻ്റെ പെർഫോമൻസിൽ. ആ ഒരു വില്ലനിസം ആ ഒരു വോയിസിലൂടെ കൊണ്ടുവരാൻ പുള്ളിക്ക് കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല വോയിസ് ആക്ടിങ് പിന്നെ സ്കാർലറ്റ് ജോഹാൻസന്റെ എലീറ്റ 1 ആയിരുന്നു. ഇനി നെഗറ്റീവ്സിലേക്ക് വന്നാൽ ഈ ഫിലിം 3D ഫോർമാറ്റിലായിരുന്നു. 3D തീരെ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നില്ല. 2D ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നിയത്. നല്ല ആനിമേഷനും വിഷ്വൽസും ഒക്കെ മോശം 3D കാരണം അതിന്റെ എഫക്റ്റ് കുറഞ്ഞുപോയി എന്നാണ് എനിക്ക് തോന്നിയത്. കഥയിലൊരു മെയിൻ ട്വിസ്റ്റ് ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിരുന്നു. ആൾമോസ്റ്റ് എല്ലാ സിനിമയിലും ഉള്ളതുപോലെ ഒരു വില്ലൻ ട്വിസ്റ്റ് തന്നെയാണ്. സോ അതിലും ഒരു ക്രിയേറ്റിവിറ്റി അവിടെ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് തോന്നി. ഈ ആനിമേഷനും പിന്നെ ഈ ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചിലർക്കൊരു ഇറിറ്റേഷൻ ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. കാരണം കുറേ അധികം മൂവ്മെൻറ്റ്സ് ഒരേ സമയം നടക്കുന്നുണ്ട്. സോ ഫൈറ്റ് സീക്വൻസിൽ വരുമ്പോൾ ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഫീൽ ചെയ്തേക്കാം. ഓവറോൾ പറഞ്ഞാൽ ട്രാൻസ്ഫോമേഴ്സ് ഫാൻസിന് ഒരു നല്ലൊരു ട്രീറ്റ് തന്നെയാണ് ഈ സിനിമ. അല്ലെങ്കിൽ ട്രാൻസ്ഫോമേഴ്സിന് ലവ് ലെറ്റർ തന്നെയാണ് ഈ സിനിമ. സ്ക്രീൻ പ്ലേ കുറച്ച് പ്രഡിക്റ്റബിൾ ആണെങ്കിലും നല്ല വോയിസ് ആക്ടിങ്ങും കൊണ്ടും നല്ല ആനിമേഷനും കൊണ്ടും അത് റിക്കവർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ട്രാൻസ്ഫോമേഴ്സ് യൂണിവേഴ്സിനെ കുറിച്ച് ആദ്യമേ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു നല്ല സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെയായിരിക്കും. ഡെഫിനറ്റ്ലി ഒരു തവണ കാണാനുണ്ട് ഈ സിനിമ. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് ട്രാൻസ്ഫോമേഴ്സ് 1. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ഇട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.